ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ദേവി വിലപിക്കുന്ന കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതാണ്. പരസ്പരം ബന്ധങ്ങളുള്ള 5 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം പേരാണ് നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നത്. പാലക്കാട് ജില്ലയിൽ മിങ്കര ഡാമിന് സമീപമുള്ള ചമ്മനംകോട് കോളനി നിവാസികളാണിവർ. പകലന്തിയോളം പണിയെടുത്ത് രാത്രി അന്തിയുറങ്ങുന്നത് റോഡരികിലാണ്. നാടോടികളായി ജീവിക്കുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കലാണ്. എല്ലാവരും ഗാഢനിദ്രയിൽ അകപ്പെട്ട പുലർച്ചെ 4-നാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെന്റിന് മുകളിലേക്ക് പാഞ്ഞു കയറിയത്. ശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ടു കയറിയിറങ്ങിയ ലോറി വീണ്ടും പിന്നോട്ടെടുത്തതും അപകടത്തിൻ്റെ ആക്കം കൂട്ടി. കാളിയപ്പൻ, ഭാര്യ നാഗമ്മ, മരുമകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേശ്വരിയുടെ 1 വയസ്സുള്ള മകൾ വിശ്വ, ബന്ധുവായ മറ്റൊരു 4 വയസ്സുള്ള ആൺകുട്ടി ജീവൻ എന്നിവർക്കാണ് സംഭവ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായത്. ഡ്രൈവറും ക്ലീനറും വളരെയധികം മദ്യപിച്ചിരുന്നതായി പറയുന്നു. കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല. പിന്നീട് ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് തങ്ങളുടെ ഉറ്റവർ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നതായി കണ്ടതെന്നും ദേവി പറഞ്ഞു. ചെറിയ കുട്ടി, ഒരു 4 വയസ്സ്, ഒരു വയസ്സ് 2 മാസം ആയിട്ടുണ്ട്. ഒരു 4 മണിക്ക് ഉണ്ടാകും, പകലൊരു 4 മണിക്ക് 2 ട്രിപ്പാ വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്, ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കും. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേത്തിന് നല്ല പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേരെ പിടിച്ചിട്ട് വന്ന് 2ാമത് വണ്ടി റിസേർട്ട് എടുത്ത മൊത്തം ടോർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ഒരേ സൈഡാണ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മൊത്തം ഇടിച്ചിട്ടാ വരപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ ടോർച്ച് അടിച്ചാൽ ഞങ്ങൾ നോക്കിയത്. ആൾക്കാരെ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കപ്പോഴാ അറിഞ്ഞോളൂ നടന്ന സംഭവം. ഇങ്ങനെ പിസ ഇങ്ങനെ ചക്രത്തിൻ്റെ അടിയിൽ കോരി എടുത്താ വന്നിട്ടത്. ഇവിടെ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ സാറേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 എണ്ണം പോയി. 5 എണ്ണം ഇപ്പോൾ ചാകാൻ ഐശ്വര്യ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഒരു പെൺകുട്ടീന് കാലിൽ പോയി, തല പോയി, എല്ലാം പോയി. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നതാണ് നാടോടി സംഘം. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മീഡിയ ടൈം, തൃശൂർ.